തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് മർദ്ദനമെന്ന് പരാതി. കഴക്കൂട്ടം സ്വദേശികളായ ദീപിനും വിശാഖുമാണ് ഫോർട്ട് പോലീസിനെതിരെ പരാതി നൽകിയത്. പോലീസ് കൈകാണിച്ച് വാഹനം നിർത്താത്തതിന് മർദ്ദിച്ചെന്നാണ് പരാതി. അതേസമയം യുവാക്കൾ മദ്യപിച്ച് വാഹനമോടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. വണ്ടി എടുത്തു പോയപ്പോൾ ഇവർ ലാത്തി എങ്ങാണ്ടോ കൊണ്ട് എറിഞ്ഞപ്പോൾ വണ്ടി സ്കിഡായിട്ട് ഇവർ നിന്നിട്ട് എന്തോ ഷൗട്ട് ചെയ്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിൽ ഈ SIയുടെ അടുത്താണ് SIയും 2 കോൺസ്റ്റബിൾ എങ്ങാണ്ടോ ആണ് കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സംസാരിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു ശവമായിട്ട് കിടത്താമോ ആ ഒരു രീതിയിലാണ് ഭർത്താവിനെ ആക്കി വിട്ടത്. അതായത് തലയോട്ടിന് പൊട്ടലുണ്ട്, തലയ്ക്കകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്, ഒരു കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ടുള്ള എല്ലിന് പൊട്ടലുണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, എല്ലാം വലതുവശത്താണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുകയാണ്. മീര, വിശദാംശങ്ങൾ. രുചീഷ്, 6-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് ഇത്തരത്തിൽ ഈ ഫോർട്ട് പോലീസ് ഈ യുവാക്കളെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം വരുന്നത്. കഴക്കൂട്ടം സ്വദേശികൾ തന്നെയായിട്ടുള്ള വിശാഖ്, ദിബിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 6-ാം തീയതി ഇവർ ഈ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഇഞ്ചക്കൽ റോഡിന് സമീപത്ത് കൂടി, അവിടുത്തെ സർവീസ് റോഡിന് സമീപത്ത് കൂടി പോകുന്ന സാഹചര്യത്തിൽ ഫോർട്ട് പോലീസ് അവിടെ നൈറ്റ് പട്രോളിങ്ങിനുണ്ടായിരുന്നു. അവർ കൈ കാണിച്ചപ്പോൾ ഇവർ നിർത്തിയില്ല, ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിർത്താത്തത് എന്നടക്കം കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. എന്നാൽ ആ ഒരു പോകുന്ന വഴിയിൽ തന്നെ ഈ പോലീസുമായി പിന്നീട് തർക്കമുണ്ടാവുകയും പിന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്നാൽ പോലീസുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വാഹന അപകടത്തിലുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് എന്നും ഇവർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആംബുലൻസ് ഉൾപ്പെടെ എത്തി ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗം. എന്തായാലും ഈ യുവാവിനെ അതിക്രൂരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇന്റേണൽ ബ്ലീഡിംഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിൽ. തിരുവനന്തപുരത്താണ് യുവാക്കളെ പോലീസ് മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിട്ടുള്ളത്. മീര മനോഹരാണ് വിശദാംശങ്ങൾ നൽകിയത്.